ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് അക്ബറിനെയും അനീഷിനെയും സംബന്ധിച്ചുള്ളതാണ്. അക്ബറിന് ഈ സീസണിൽ ക്യാപ്റ്റൻ ആകാൻ കഴിയില്ല എന്നും അനീഷിന് ഈ സീസൺ തീരുവോളം ആരെയും നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുമുള്ള രണ്ട് മുട്ടൻ പണികൾ കിട്ടിയിരുന്നു. ഈ രണ്ട് പണികൾ ബിഗ് ബോസിന്റെ കാരുണ്യത്താൽ എടുത്തു കളയാൻ തുടങ്ങുകയാണ്. അതത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. ലാലേട്ടൻ അവരുടെ മുൻപിൽ ഒരു ടാസ്ക് അതിനു വേണ്ടി വെക്കുന്നുണ്ട്. ആ ടാസ്കിന്റെ പ്രത്യേകത, കുറെ ഇമേജുകൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ തന്നെ ഒന്നിലധികം ശബ്ദങ്ങൾ ബിഗ് ബോസ് കേൾപ്പിക്കുകയും ചെയ്തു. ആ ശബ്ദം, ആടിന്റെ ശബ്ദമുണ്ട്, ലാലേട്ടന്റെ ശബ്ദമുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ കാപ്പി കാപ്പി എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ആളുടെ ശബ്ദമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ. ഈ ശബ്ദങ്ങൾക്കനുസരിച്ചുള്ള ഇമേജുകളും അവരുടെ മുൻപിൽ കിടപ്പുണ്ട്. അതായത് ആടിന്റെ ശബ്ദം, അപ്പോൾ ആടിന്റെ പടമുണ്ട്. ലാലേട്ടൻ നീ പോമോനെ ദിനേശ എന്ന് പറയുന്നു, അപ്പോൾ ലാലേട്ടന്റെ ഫോട്ടോയും അവരുടെ മുൻപിലുണ്ട്. ഇവരുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ ശബ്ദം കേൾക്കുന്നതിന്റെ ഓർഡർ ബൈ ഹാർട്ട് ചെയ്തതിനു ശേഷം ആ ഓർഡറിൽ ഇവർക്ക് മുൻപിലുള്ള സ്ക്രീനിൽ ഈ ഫോട്ടോ ഓരോന്നോരോന്നായി ഒട്ടിക്കുക എന്നുള്ളതാണ്. ലാലേട്ടന്റെ ശബ്ദമാണ് ആദ്യം കേൾക്കുന്നതെങ്കിൽ ആദ്യം ലാലേട്ടന്റെ ഫോട്ടോ ഒട്ടിക്കണം. രണ്ടാമത് ആടിന്റെ ശബ്ദമാണ് കേട്ടതെങ്കിൽ ആടിന്റെ ഫോട്ടോ ഒട്ടിക്കണം. അങ്ങനെ കേട്ട ശബ്ദത്തിന്റെ ഓർഡറിൽ എല്ലാ ഫോട്ടോസും ഒട്ടിക്കുക. അത് കൃത്യമായിട്ട് ആരാണോ ചെയ്യുന്നത് ആ വ്യക്തി വിജയിക്കും. അനീഷാണ് അത് കൃത്യമായി ഒട്ടിക്കുന്നതെങ്കിൽ അനീഷിന്റെ നോമിനേഷൻ പവർ തിരികെ കിട്ടും. അക്ബറാണ് അത് ചെയ്യുന്നതെങ്കിൽ അക്ബറിന് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കുവാനും ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുവാനുമുള്ള അധികാരം മടക്കി ലഭിക്കും. ഇനി രണ്ടാൾക്കാരും തോറ്റുപോയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. മറ്റെന്തെങ്കിലും ടാസ്ക് കൊടുക്കുമോ? എന്തായാലും അവർക്ക് നഷ്ടപ്പെട്ട പവർ തിരികെ കൊടുക്കുവാനുള്ള പദ്ധതികൾ ബിഗ് ബോസ് ഒരുക്കുന്നുണ്ട്. അത് എന്തായി തീരും എന്നുള്ളത് കണ്ടറിയാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.